നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മേ, വേഗം പോയി പപ്പിയെ രക്ഷിച്ചിട്ട് വാ. എന്റെ സിസ്റ്റർ അല്ലേ പപ്പി, അവക്കൊരു ആപത്തും വരരുത്. ഇനിയിപ്പോ എന്താ മോളെ ചെയ്യാ? ഒന്നും സംഭവിക്കില്ല അമ്മ. എന്റെ കുഞ്ഞിനെ ഞാൻ തന്നെ മടക്കി കൊണ്ടുവരും. ഈശ്വര. അമ്മേ, ആരെ അമ്മേ അമ്മ രക്ഷിച്ചോണ്ട് വരാൻ പോകുന്നത്? അത് മോളെ, അമ്മേ വലിയ ഓഫീസറല്ലേ. ആർക്കെങ്കിലും അപകടം ഉണ്ടായാൽ രക്ഷിക്കാൻ മുന്നിൽ നിൽക്കുന്നത് അമ്മയല്ലേ. അഴുക്ക് ചാലിൽ വീണ്, മണ്ണിടിഞ്ഞ് പുഴയിൽ വീണ്, ഉരുൾപൊട്ടലൊക്കെ ആൾക്കാരെ കാണാതാവുമ്പോഴേ അമ്മയല്ലേ പോലീസിനെ കൂട്ടി അവരെ രക്ഷിക്കാൻ പോകുന്നത്. എന്നോട് എന്തിനാ കള്ളം പറയുന്നേ? ഞാൻ എല്ലാം കേട്ടു. ഇത് അമ്മയുടെ പേഴ്സണൽ കാര്യമല്ലേ, അമ്മയുടെ മോളുടെ കാര്യം. പറയമ്മേ, പപ്പി അമ്മയുടെ സ്വന്തം മോളാണോ? എന്നോട് എന്തിനാ അമ്മ വിളിക്കുന്നത്? എനിക്കെല്ലാം മനസ്സിലായി. മോളെ, ഇതിനു മുമ്പ് അമ്മ പറഞ്ഞിട്ടുണ്ട് പപ്പി സ്വന്തം മോളെ പോലെയാണെന്ന്. അത് ശാരദാമ്മയും പറഞ്ഞിട്ടുണ്ട്. മുമ്പൊരിക്കൽ പപ്പിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോ ശാരദാമ്മ എത്രയാ പേടിച്ചത്. ഇതിന്റെ ഒന്നും അർത്ഥം എനിക്ക് മനസ്സിലാവില്ല എന്ന് കരുതിയോ? മോളെ, അതമ്മ പിന്നീട് ഒരിക്കൽ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോ പപ്പി ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുക. അവളെ പോയി രക്ഷിച്ചിട്ട് വരാം. പിന്നത്തേക്ക് നീക്കി വെക്കണ്ട അമ്മേ, എനിക്കെല്ലാം മനസ്സിലായി. എന്റെ ഫ്രണ്ട് ആയോണ്ടല്ലേ പപ്പി സ്വന്തം മോളെ പോലെയാണെന്ന് പറയുന്നത്. പപ്പിയുടെ വീട്ടിൽ ചെന്നപ്പോ അവളുടെ അമ്മയും പറഞ്ഞത് അന്യ വീടെ കരുതണ്ടെന്ന്. ഇവിടെ വന്നപ്പോ ശാരദാമ്മ അത് തന്നെ പറയുന്നു. എന്ന് വെച്ചാ മക്കളുടെ ഫ്രണ്ട്സ് അമ്മമാർക്ക് സ്വന്തം മക്കളെ പോലെയാണെന്ന്. അപ്പൊ അങ്ങനെ വരുമ്പോ ഞാനും പപ്പി സിസ്റ്റേഴ്സ്. ഞങ്ങളാവുമ്പോ ചിലപ്പോ ട്വിൻസ് ആവുമല്ലോ അമ്മേ. ഒരേ പ്രായമല്ലേ ഞങ്ങൾ രണ്ടും. മോൾ എന്തൊക്കെയാ പറയുന്നത്? ഞാനൊരു തമാശ പറഞ്ഞ ശാരദാമ്മേ. അമ്മേ, വേഗം പോയി പപ്പിയെ രക്ഷിച്ചിട്ട് വാ. എന്റെ സിസ്റ്റർ അല്ലേ പപ്പി, അവക്കൊരു ആപത്തും വരരുത്. മോളെ ചെല്ല്, സമയം വൈകും. അമ്മേ, മോളെ ഡി മോളെ, സത്യക്ക് എന്തെങ്കിലും സംശയം? ഇല്ലമ്മ. അമ്മ ഓവറായിട്ട് കരഞ്ഞും പരിഭ്രമിച്ചും സംശയമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. ശാരദ
ശാരദാമ്മ സങ്കടപ്പെടണ്ട കേട്ടോ. അമ്മ പപ്പിയെ കണ്ടുപിടിച്ചോണ്ട് വരും. ഉമ്മ. നിങ്ങൾ എത്രയും പെട്ടെന്നൊന്ന് ആക്ഷൻ എടുക്കണം. കുട്ടി അധിക ദൂരമൊന്നും പോയിട്ടില്ല. രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. ഞങ്ങള് നോക്കുന്നുണ്ട്, കിട്ടിയാലേ അറിയിക്കും. എന്ന് കരുതി അത് നോക്കിയിരിക്കരുത് പ്ലീസ്. പരമാവധി വേഗത്തിലെത്തണം. ശരി. എന്തു പറഞ്ഞു പോലീസുകാര്? ഉറക്കം മുറിഞ്ഞതിന്റെ നീരസവന്മാർക്ക്. അതാ എനിക്ക് മനസ്സിലാവും. സ്റ്റേഷനിലേക്കല്ലേ വിളിച്ചത്? നൈറ്റ് ഡ്യൂട്ടി ഉള്ളവർക്ക് എന്തൊന്ന് ഉറക്കം? അവരായിരിക്കുമല്ലോ മറ്റുള്ളവരെക്കാൾ ഉറങ്ങുന്നത്. കഷ്ടകാലം എന്നല്ലാതെ എന്തു പറയാനാ? ഈ കുട്ടി ഇത് എവിടെ പോയതാ? ഒന്നും അറിയില്ലല്ലോ സത്യമേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കി നോക്കി പോണേടാ, എവിടെയെങ്കിലും ഇരിപ്പുണ്ടോന്ന്. ഞാൻ നോക്കുന്നുണ്ട്. രാമേട്ടാ, രാമേട്ടനും കൂടി ഒന്ന് നോക്കണേ. ഞാൻ നോക്കുന്നുണ്ട് മോളെ. രാമേട്ടാ, അതെ, ആളെ അറിയാലോ അല്ലേ? അറിയാം മോളെ. രാമേട്ടാ, പറഞ്ഞോ മോളെ. അതെ, നമുക്ക് ആ ബണ്ട് റോഡ് വഴി ഒന്ന് പോയാലോ? അത് ട്രാഫിക് കുറവുള്ള വഴിയാ. അതുവഴി വേറെ ആരും അന്വേഷിച്ചു പോയിട്ടുണ്ടാവില്ല. ശരി മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.